ഓം നമ ശിവായ. പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും 2025 ഫെബ്രുവരി മാസം 15-ാം തീയതി ശനിയാഴ്ച ദിവസത്തെ നക്ഷത്രഫലം കേൾക്കുവാൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഗ്രഹനില പറഞ്ഞുകൊണ്ട് തന്നെ നക്ഷത്രഫലം ആരംഭിക്കാം. ഗ്രഹനില പ്രകാരം ശനിയാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ശനി സൂര്യനും ബുധനുമായിട്ട് ചേർന്ന് കുംഭൻ രാശി നിൽക്കുന്നു. രാഹുവും ശുക്രനും മീനൻ രാശി നിൽക്കുന്നു. വ്യാഴം ഇടവൻ രാശി നിൽക്കുന്നു. ചൊവ്വ മിഥുനം രാശിയിൽ നിൽക്കുന്നു. ചന്ദ്രൻ ശനിയാഴ്ച രാവിലെ 5:11 മുതൽ കന്നി രാശിയിൽ കൂടി കടന്നു പോകുന്നു. കന്നി രാശിയിൽ കേതുവുമുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇതാണ് പ്രധാനപ്പെട്ട ഗ്രഹസ്ഥിതി. ഈ ഗ്രഹസ്ഥിതി പ്രകാരമാണ് നക്ഷത്രഫലം പറയുന്നത്. ശ്രദ്ധയോടുകൂടി കേൾക്കുക. ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യം പറയാം. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ ശനിയാഴ്ച ദിവസം അമ്മാവന്മാർ മുഖേന വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവയുള്ള കാര്യങ്ങളിൽ നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. അമ്മാവന്മാർ മുഖേനയാണ് ആ നേട്ടം വന്നു ചേരുക. അമ്മാവന്മാർ എന്ന് പറഞ്ഞാൽ അമ്മയുടെ സഹോദരൻ. അപ്പോൾ അങ്ങനെ ഒരു നേട്ടം പ്രതീക്ഷിക്കാം. ധനപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാം. വിദ്യാഭ്യാസമുള്ളവർക്കൊക്കെ ഉന്നതി ഉണ്ടാകുന്നൊരു ദിവസമാണ്. കുടുംബജനങ്ങളിൽ സമ്പന്നനായി തീരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. എവിടെയും തൻ്റെ അടുത്തോടു കൂടി ചേർന്ന് ഏത് കാര്യവും ചെയ്ത് പ്രവർത്തിക്കുവാൻ, അല്ലെങ്കിൽ ഏത് കാര്യവും പ്രവർത്തിച്ച് വിജയം നേടുവാൻ ശനി ധൈര്യം കൊടുക്കുന്നു. അപ്പോൾ ഈ ജാതകർ അഹങ്കാരികളായി മാറുവാനും സാധ്യതയുണ്ടെന്നും ജ്യോതിഷം പറയുന്നുണ്ട്. ശ്രദ്ധിക്കുക. ഇനിയും ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരൻ 2 പാദം നാളുകാരെ സംബന്ധിച്ച് പുത്രഭാഗ്യം അനുഭവത്തിൽ വന്നു ചേരുവാൻ സാധ്യത കുറവാണ് ഈ ശനിയാഴ്ച ദിവസം. നീചമായ സംസർഗത്തിൽ കൂടി മോശം പേരൊക്കെ വന്നു ചേരുന്നൊരു ദിവസമാണ്. ധനനഷ്ടം സംഭവിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ആപത്തനർത്ഥങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ മുഖേനയുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. സഹോദരങ്ങൾ, സുഹൃത്തുക്കളൊക്കെ ഇവരെ കബളിപ്പിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അല്ലെങ്കിൽ അവർ മുഖേന ഏതെങ്കിലും ആപത്ത് വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. മനോദുഃഖം അനുഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത്. തൊഴിൽപരമായിട്ടുള്ള ഉയർച്ച താഴ്ചകൾ അവർക്ക് ഇപ്പോൾ നിലനിൽക്കുന്ന സമയമാണല്ലോ. തൊഴിൽപരമായിട്ടുള്ള ഒരു സാഹചര്യം അനുകൂലമാണെങ്കിൽ പോലും ഇപ്പോൾ ഞാൻ പറഞ്ഞ വിധത്തിലുള്ള പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. കാരണം ശനിയുടെ അഷ്ടമത്തിൽ കൂടിയാണ് ചന്ദ്രൻ സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെ കേതുവും ശനിയുടെ അഷ്ടമത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ടാണ് തിക്താനുഭവങ്ങൾ വന്നു ചേരാനാണ് കൂടുതൽ സാധ്യത എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരൻ 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാർക്ക് നാളെ ശനിയാഴ്ച ദിവസം ശനിയും സൂര്യനും ബുധനും ചേർന്ന് മഹാഭാഗ്യത്തെ കൊടുക്കുന്നു. തൊഴിൽപരമായിട്ടുള്ളൊരു മഹാഭാഗ്യം ഇവരിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. ജനിച്ച സമയത്ത്, ഈ ജാതകർ ജനിച്ച സമയത്ത് ശനി എന്ന് പറയുന്ന ഗ്രഹം ഇഷ്ടഭാവത്തിൽ നിൽക്കുന്ന എല്ലാ ജാതകർക്കും ഈ ശനിയാഴ്ച ദിവസം തൊഴിൽപരമായിട്ടുള്ള ഒരു മഹാഭാഗ്യം അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. തൊഴിലില്ലാതെ ഭാരപ്പെട്ടവർക്കൊക്കെ പുതിയ സാഹചര്യം, തൊഴിൽപരമായിട്ടുള്ള പുതിയ സാഹചര്യം അവർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണ്. പുതിയ തൊഴിൽ ലഭിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അങ്ങനെ തൊഴിൽപരമായിട്ടുള്ളൊരു മഹാഭാഗ്യം വന്നിരുന്ന ദിവസമാണ്. അപ്പോൾ ഇങ്ങനെ മഹാഭാഗ്യത്തിന് സാധ്യതയുണ്ടെങ്കിൽ പോലും മാതൃസുഖഹാനി, പിതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള ധനനഷ്ടം, അല്ലെങ്കിൽ പിതാവിൻ്റെ ബന്ധുക്കളിൽ നിന്നുള്ള ദോഷാനുഭവങ്ങൾ, തിക്താനുഭവങ്ങളൊക്കെ വന്നു ചേരുവാനും സാധ്യതയുള്ള ദിവസമാണ് ഈ ശനിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പക്ഷെങ്കിൽ തൊഴിൽപരമായിട്ടുള്ളൊരു മഹാഭാഗ്യമാണ് ഈ നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാരെ സംബന്ധിച്ച് വളരെ പ്രതികൂലമായൊരു ദിവസമാണ് ശനിയാഴ്ച ദിവസം. 3 ഗ്രഹങ്ങളാണ് അവർക്ക് അഷ്ടമത്തിൽ നിൽക്കുന്നത്. സൂര്യൻ, ശനി, ബുധൻ, ഈ 3 ഗ്രഹങ്ങൾ അഷ്ടമത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ വളരെ പ്രതിസന്ധി ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ബുദ്ധിപരമായ പരാജയമൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ആരോഗ്യ പ്രശ്നം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ബന്ധുക്കൾക്ക് ദോഷങ്ങൾ ചെയ്യുവാൻ സാധ്യതയുണ്ട്. ബന്ധുക്കൾ ഇവർക്ക് വിരോധികളായി തീരുവാനും സാധ്യതയുണ്ട്. ധനനഷ്ടം, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്നു ചേർന്ന് നേത്രരോഗം ഉൾപ്പെടെയുള്ള പല പ്രതിസന്ധികളും ഇവർക്ക് വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. വളരെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം, കാൽ നാളുകാരെ സംബന്ധിച്ച് അകന്നു കഴിഞ്ഞവർ അടുക്കുവാൻ, ഒന്നായി തീരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അകന്നു കഴിഞ്ഞവർക്ക് നാളെ ഒന്നായി തീരുവാൻ അനുകൂലമായ ഒരു ദിവസമാണെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. ഒരുപക്ഷെ കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ടുണ്ടായില്ലെങ്കിൽ പോലും ദാമ്പത്യ ജീവിതത്തിൽ ഏതെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് അകന്നു കഴിഞ്ഞവർക്ക് ഒന്നാകുവാനുള്ള ഒരു മഹാഭാഗ്യ ദിനമാണ് ഈ ശനിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് അന്യരോട് ബഹുമാനമില്ലാതെ സംസാരിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അത് മുഖേന പല വിധത്തിലുള്ള നഷ്ടം, ധനനഷ്ടം, മാനഹാനിയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എല്ലാം തന്നെ കൊണ്ട് കഴിയും എന്നുള്ളൊരു ചിന്ത ഈ ജാതകരിൽ വന്നു ചേരുന്നൊരു ദിവസം കൂടിയാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്തരമുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാരെ സംബന്ധിച്ച് ഈ ശനിയാഴ്ച ദിവസം അന്യജനങ്ങളിൽ നിന്നുള്ള ഉപദ്രവത്തിന് സാധ്യതയുണ്ട്. ബന്ധുകലഹം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ശത്രുതയൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. പ്രതികൂലമായ അനുഭവങ്ങൾ അവരുടെ മാതാവിനും വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ലാഭകരമായ അനുഭവങ്ങളൊക്കെ പ്രശ്നത്തിൽ അവസാനിക്കുന്നൊരു ദിവസമാണ്. ലാഭമെന്ന് പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും
പ്രശ്നങ്ങളുണ്ടായി, അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്ത് ഇന്ന വിധത്തിൽ വിജയിക്കാമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ഒരുപക്ഷേ നാളെ കലഹത്തിൻ്റെ സാധ്യതയാണ് വന്നു ചേരുക. ശത്രു ദോഷം വന്നു ചേരുവാൻ, ബന്ധുകലഹമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. അത്ര അനുകൂലമായൊരു ദിവസമല്ല. എന്നാൽ ചിലരെ സംബന്ധിച്ച് നേട്ടമായിരിക്കും. അവർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുവാൻ സാധ്യതയില്ല. 6ാം ഭാവത്തിൽ ശനി ബലവാനായിട്ട് അവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ജാതകരാണെങ്കിൽ, ജനിച്ച സമയത്ത് ശനി ബലവാനായിട്ട് നിൽക്കുന്ന ഗ്രഹമാണെങ്കിൽ, ദോഷം ചെയ്യാത്ത ഗ്രഹമാണെങ്കിൽ ഈ ശനിയാഴ്ച ദിവസം അവർക്ക് യാതൊരുവിധ പ്രതിസന്ധികളും ഉണ്ടാകത്തില്ല. ശത്രുനാശം വന്നു ചേരും. കടബാധകളുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, രോഗത്താലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല ആരോഗ്യവും സന്തോഷവും ഒക്കെ ആയിട്ട് അവർ കഴിഞ്ഞു പോകും. എന്നാൽ ജന്മത്തിൽ നിൽക്കുന്ന കേതുവാണ്, ചന്ദ്രനുമായിട്ട് ചേർന്ന് കേതുവാണ് സ്വാധീനിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മാതാവ് വളരെയേറെ ദുഃഖിക്കാൻ സാഹചര്യം ഉണ്ടാകും. ബന്ധുജനങ്ങളിലും അന്യജനങ്ങളിൽ നിന്നുള്ള ദോഷവശങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ്. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ ഇടയുള്ള ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ പ്രശ്നങ്ങളിലും തടസ്സങ്ങളിലും ഒക്കെ എത്തിച്ചേരുവാൻ സാധ്യതയുണ്ട്. അത്ര നല്ല അനുകൂലമായ ജീവിത സാഹചര്യമല്ല കന്നിക്കൂറുകാർക്കുള്ളതെന്ന് മനസ്സിലാക്കുക. എല്ലാ ഗ്രഹങ്ങളും ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളതെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖ 3/4 നാളുകാർക്ക് നാളെ ഏതെങ്കിലും വിധത്തിലുള്ള രോഗസാധ്യതകളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അലസത, കാര്യതടസ്സം, തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസം, ശരീരത്തിൽ മുറിവുചോതകൾ, അങ്ങനെ പ്രതിസന്ധികളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. കാലിന് നീരൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. നേത്രരോഗത്തിന് സാധ്യതയുണ്ട്. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ധനം ചിലവായി പോകാൻ സാധ്യതയുണ്ട്. അമ്മാവന് ദോഷം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ യാത്ര മൂലം നഷ്ടങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പ്രതികൂലമായ അനുഭവങ്ങളൊക്കെയാണ്. പുത്രദുഃഖം ഉൾപ്പെടെയുള്ള കാര്യപരാജയം ഉൾപ്പെടെയുള്ള പ്രതികൂലമായ സാഹചര്യങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തുലാക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനിയും വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖകാല അനുഗ്രഹം കേട്ട നാളുകാരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. വിദ്യാഭ്യാസം കൊണ്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ അവർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണ്. ധനപരമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കുവാൻ ഭാഗ്യം അവരെ തുണയ്ക്കുന്നൊരു ദിവസമാണ്. ലാഭകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. എന്നാൽ പുത്രദുഃഖം അനുഭവത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ചിലർക്ക് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൊണ്ട് ദോഷം വന്നു ചേരാൻ സാധ്യതയുണ്ട്. എന്നാൽ ചിലർക്ക് പിതാവിൻ്റെ സ്വത്തൊക്കെ അനുഭവത്തിൽ വന്നു ചേരുവാനും സാധ്യതയുള്ള ദിവസമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ആയിരിക്കും പ്രധാനമായിട്ടും വൃശ്ചികക്കൂറുകാർക്ക് ശനിയാഴ്ച ദിവസം വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് അവരുടെ മൂത്ത സഹോദരൻ ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധി ഉണ്ടായാൽ പോലും കുടുംബം, ധനം, ദാമ്പത്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. എന്നാൽ തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതൊരു വിഷയമാണ്. ചിലർക്കൊക്കെ ആപത്തനർത്ഥങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പ്രതികൂലമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അത് അറിഞ്ഞിരിക്കണം. എങ്കിലും ശനിയാഴ്ച ദിവസം ശനി 3ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടവും സുഹൃത്തുക്കളെ കൊണ്ടുള്ള നേട്ടവും ദാമ്പത്യ ജീവിത വിജയവും ഒക്കെ അനുകൂലമായി ശനി കൊടുക്കുന്നു. എങ്കിലും സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ്. പ്രതിസന്ധി വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഇവിടെ ഈ ധനുക്കൂറുകാരുടെ അഷ്ടമത്തിൻ്റെ അധിപൻ ശനിയുടെ അഷ്ടമത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് സ്വർണ്ണാഭരണങ്ങളൊക്കെ അനുഭവത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. പുതിയ സ്വർണ്ണം വാങ്ങിക്കാനൊക്കെ ഉള്ളൊരു സാഹചര്യം വന്നു ചേരുന്നു. അതുപോലെ തന്നെ സ്വർണ്ണം പണയത്തിലിരിക്കുന്നവർക്കാണെങ്കിൽ അതൊക്കെ പുതുക്കി വെക്കാൻ ഒരു സാഹചര്യം വന്നു ചേരുന്നു. അല്ലെങ്കിൽ സ്ത്രീകൾ മുഖേനയുള്ള ധനവരവ് പ്രതീക്ഷിക്കാം. സ്ത്രീകൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. കുടുംബത്തിലേക്ക് സ്ത്രീകൾ മുഖേനയുള്ള സഹായങ്ങളും അവർ മുഖേനയുള്ള ധനവരവും ഒക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ്. ഏറ്റവും കൂടുതൽ നേട്ടമെന്ന് പറയുവാൻ സ്ത്രീകൾ മുഖേനയുള്ള നേട്ടം അവരുടെ കുടുംബത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ഭാഗ്യാനുഭവങ്ങൾ അവരെ ഒരു പരിധിവരെ തുണയ്ക്കുന്നൊരു ദിവസവും കൂടിയാണ്. ദാമ്പത്യ ജീവിതം തരക്കേടില്ലാതെ പോകുന്നൊരു ദിവസവും കൂടിയാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടം 2 പാദം ചതയം, പൂർട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് വളരെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് ശനിയാഴ്ച ദിവസം. അവരുടെ ജന്മഭാവത്തിൽ 3 പാപഗ്രഹങ്ങളാണ് നിൽക്കുന്നത്. ശനി നിൽക്കുന്നു. ശനി ദോഷത്തെ ചെയ്യും. ജനിച്ച സമയത്ത് ദോഷം ചെയ്യാത്തൊരു ഗ്രഹമായിട്ടുള്ളവർക്ക് ശനി ദോഷം ചെയ്യുകയില്ല എന്ന് വിചാരിച്ചാൽ പോലും സൂര്യൻ കുംഭൻ രാശിയിൽ നിൽക്കുന്നു. അത് നല്ലതല്ല. അതുപോലെ തന്നെ ബുധനും കുംഭൻ രാശിയിൽ നിൽക്കുന്നു. നല്ലതല്ല. അപ്പോൾ ഈ കുംഭക്കൂറുകാർ വളരെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ്. അവരുടെ ജന്മഭാവത്തിൽ 3 പാപഗ്രഹങ്ങളാണ് നിൽക്കുന്നത്. അപ്പോൾ ശുഭത്വം നിറഞ്ഞ അനുഭവങ്ങളല്ല കൂടുതലായിട്ടും വന്നു ചേരുക, പാപത്വം നിറഞ്ഞ അനുഭവങ്ങളാണ് കൂടുതലും വന്നു ചേരുക. അപ്പോൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ്. അപ്പോൾ തീർച്ചയായിട്ടും സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ്. ധനം തികയാത്ത അവസ്ഥ ചിലരിലൊക്കെ വന്നു ചേരും.
നേത്രരോഗം വന്നു തരുവാൻ സാധ്യതയുണ്ട്. സഞ്ചാരത്തിനിടയിൽ അപകടമൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. വളരെ സൂക്ഷിക്കേണ്ട ദിവസമാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ചുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പുരുട്ടാതി കാലത്തുട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് അവരുടെ 12-ലാണ് ശനിയാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ശനി നിൽക്കുന്നത്. ആ ശനിയോടുകൂടി 2 ഗ്രഹങ്ങളും കൂടി നിൽക്കുന്നു. അപ്പോൾ 12-ാം ഭാവത്തിൽ നിൽക്കുന്നത് 3 ഗ്രഹങ്ങളാണ്. അപ്പോൾ 12 നിൽക്കുന്ന ശനി ഈ കൂടെയുള്ള 2 ഗ്രഹങ്ങളെ കൊണ്ട് ഈ ജാതകർക്ക് കൂടുതൽ ദോഷത്തെ ചെയ്യുമെന്നല്ലാതെ നേട്ടത്തെ ഒന്നും ചെയ്യുന്നില്ല. പാപഗ്രഹമാണ്. 12-ാം ഭാവത്തിൽ നിൽക്കുന്ന ശുഭഗ്രഹമല്ലല്ലോ. അപ്പോൾ ഈ ജാതകർ സഞ്ചാരം ചെയ്യുവാൻ താല്പര്യം കാണിക്കും. അതുമുഖേന ധനനഷ്ടം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. സ്ത്രീകളുമായിട്ട് ഇടപെടുന്നവർക്ക് സ്ത്രീകൾ മുഖേനയുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ വന്നു വരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. സ്ത്രീ മൂലം ദോഷാനുഭവങ്ങൾക്ക് കൂടുതൽ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത്. ചിലരൊക്കെ ദൂർത്തടിച്ച് ധനം കളയുവാൻ സാധ്യതയുണ്ട്. മനോദുഃഖം അനുഭവിക്കാൻ സാധ്യതയുണ്ട്. തീരുമാനങ്ങൾ എടുക്കുവാൻ കാലതാമസമുണ്ട്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും അവർക്ക് അനുകൂലമായ ദിവസമല്ല. കടമൊക്കെ വാങ്ങിക്കേണ്ട സാഹചര്യം വന്നു ചേരുവാൻ ഇടയുണ്ട്. വളരെ സൂക്ഷിക്കേണ്ട ദിവസമാണ് ഈ മീനക്കുറുകാർക്ക് ശനിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറയാനുള്ളത്. എല്ലാവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.